ഹായ് കൂട്ടുകാരെ, ഇന്ന് ചപ്പാത്തിയിലൂടെ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങൾ എടുത്തോടെ വച്ചേക്കുന്നത് 2 സവാള അരിഞ്ഞത്, 2 മുട്ട പുഴുങ്ങിയത്, കറിവേപ്പില ഇവിടെ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുകും 2 ഉലുവയും കൂടി ഇടാം. ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇതിനകത്തേക്കിടാം. സവാള ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ നമുക്കിടാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടും. ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. എരിക്ക് കുരുമുളകാണ് അതിനകത്ത് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിക്ക് അനുസരിച്ച് ചേർക്കുക. കുറച്ച് മസാലപ്പൊടി ചേർത്ത് ഇനി നമുക്കിതിൻ്റെ പച്ചമണം കളയാം. ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ. ഇത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇതൊന്ന് തിളക്കട്ടെ. ഇതിനകത്ത് 2 കറിവേപ്പിലയും കൂടെ നമുക്കിടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. റോസ്റ്റല്ലേ, അപ്പോൾ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഉടഞ്ഞ് ഇനി നമുക്ക് ഈ മുട്ട ഓരോന്നിനകത്തോട്ട് എടുത്തിടാം. മുട്ട പിളർന്ന് ഞാൻ 2 മുട്ടയായിരുന്നു എടുത്തത്. അപ്പോൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇങ്ങനെ ആക്കി വയ്ക്കാം. ഇതിൻ്റെ എരിയൊക്കെ ഇതിനകത്തോട്ടൂടെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.